നമസ്കാരം. പ്രമേയത്തിൽ കലാസംവിധാനത്തിന് പ്രത്യേക ജൂറി പുരസ്കാരമെങ്കിലും കിട്ടാതെ പോയ ജ്യോതിഷ് ശങ്കറാണ് ഈ സിനിമയുടെയും കലാസംവിധായകൻ. റോഹൻ എന്നാണ് പ്രണവ് അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. റോഹൻ്റെ കൊട്ടാരതുല്യമായ വീട് ഈ ചിത്രത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. അതിനായി കണ്ടെത്തിയിരിക്കുന്ന വീട് നന്നായി അഭിനയിച്ചു എന്ന് ഞാൻ പറയും. രാഹുൽ വിചാരിച്ചതിനേക്കാൾ ഭംഗിയായിട്ട് ആ വീട് അഭിനയിച്ചു എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ പാൽവിറ്റ് ജീവിക്കുന്ന ആ അമ്മയുണ്ടല്ലോ, അവരുടെ വീട് തീ പിടിക്കുന്നിടം വരെ, അവിടെ മുതലാണ് ഗ്രാഫിക്സിന് സാധ്യതകൾ വരുന്നത്. അവിടം വരെ എന്താ പറയുക, ഈ സിനിമയിൽ ആ വീടും അന്തരീക്ഷവും കഥ പറച്ചിലിൽ വലിയ സഹായമായി. ആ വീടും പാൽക്കാരിയുടെ ആ പാവം സ്ത്രീയുടെ വീടും നല്ലൊരു കഥാപാത്രമായി മാറി. അവരുടെ മകൻ്റെ കിടപ്പുമുറി പടം കണ്ട് 72 മണിക്കൂർ കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നതേയില്ല. പാവം തോന്നി ആ അമ്മയോടും ആ മകനോടും. ജയക്കുറുപ്പ് എന്ന നാടക നടിയായിരുന്നു ആ അമ്മയായത്. നാടകത്തിൽ നിന്നും വരുന്നവർ കുറേ സിനിമകളിലെങ്കിലും അവരുടെ നാടകം കാണിക്കും. ചിലർ നമ്മുടെ തിലകൻ ചേട്ടനെ പോലെ നാടകം മറക്കും ക്യാമറയുടെ മുന്നിൽ. മറ്റു ചിലർ മരിക്കും വരെയും ക്യാമറയ്ക്ക് മുന്നിൽ സ്റ്റേജ് കാണിച്ചുകൊണ്ടേയിരിക്കും. അത് എത്ര പേര് വേണമെങ്കിലും നമുക്ക് പറയാൻ കഴിയും. ജയക്കുറുപ്പ് അതിൽ വ്യത്യസ്തയായി. ഭർത്താവ് നാരായണക്കുറുപ്പും നാടക നടനാണ്. 30 വർഷമായത്രേ അവർ തട്ടിൽ കയറാൻ തുടങ്ങിയിട്ട്. തൃപ്പൂണിത്തുറ സംസ്കൃത കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ബാലയിൽ അഭിനയിച്ചിരുന്നു, അതും പരമശിവൻ്റെ പാർവതിയായിട്ട്. പിന്നെ നാടകത്തിൽ ശ്രദ്ധിച്ചു. കോട്ടയം അക്ഷയ, ചേർത്തല സാഗരിക, ചങ്ങനാശ്ശേരി സൃഷ്ടി, കട്ടപ്പന ദർശന തുടങ്ങിയ സമിതികളിൽ ഭാര്യയും ഭർത്താവും നാടകം കളിച്ചു. സൃഷ്ടി എന്ന് പറഞ്ഞ നാടകത്തിൽ ഒപ്പം അഭിനയിച്ച നാരായണക്കുറുപ്പ് ജീവിതത്തിലെ നായകനുമായി. ടിനു പാപ്പച്ചനാണ് സിനിമയിലെത്തിച്ചത് ജല്ലിക്കെട്ടിൽ. 30 വർഷം നാടകത്തിൽ അഭിനയിച്ച ജയക്കുറുപ്പ് പറയുന്ന രസകരമായൊരു കമൻറ്റ്, നാടകത്തിൽ ഇപ്പോഴും ഞാൻ 25 വയസ്സുകാരിയുടെ വേഷമാണ് ചെയ്യുന്നത്, സിനിമയിൽ 55-60 വയസ്സുകാരിയുടെ വേഷമാണ് എനിക്ക് കിട്ടുന്നത്. ഒരു പാവം നാട്ടിൻപുറത്തുകാരിയായ അമ്മയിൽ നിന്നും ബലിഷ്ഠയായ ആരോഗ്യമുള്ളവളായി കസറി ജയക്കുറുപ്പ് എന്ന് ഞാൻ പറയും. പ്രണവിനിട്ട് ഒരു അടി അടിച്ചു കൊടുക്കണതൊക്കെ കണ്ടാൽ ഒരു 1.5 അടിയായിരുന്നു അവരടിച്ചത്, അമാനുഷ്യ ശക്തിയിൽ. രാഹുൽ സദാശിവൻ്റെ ഒരു നേട്ടമായി തോന്നിയത് കഥാപാത്രങ്ങൾ ചെയ്യാനായിട്ട് സൂട്ടബിളായവരെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അടുത്ത പടത്തിൽ ആ പഴയ വ്യക്തിബന്ധം വച്ചുകൊണ്ട് അവരെ കൂടി കൂട്ടുന്നില്ല എന്നതാണ് അഭിനന്ദനീയമായ കാര്യം. നമ്മൾ സിനിമയിൽ, ഞാനടക്കം, ഇപ്പോൾ എൻ്റെ സിനിമയിലെല്ലാം സത്യനന്ദിക്കാരൻ്റെ പടത്തിലെ പോലെയാണ്. എൻ്റെ സീരിയലിൽ സ്ഥിരം ആൾക്കാരായിരുന്നു. ഒരു സീരിയൽ കഴിഞ്ഞാൽ അടുത്ത സീരിയലിലും അവർ തന്നെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത്. അത് വലിയ ദോഷം ചെയ്യും. പക്ഷേ ഭ്രമയുഗത്തിലുള്ള ആരും ഈ പുതിയ സിനിമയിലില്ല. അത് രാഹുലിൻ്റെ ഒരു നേട്ടമായി ഞാൻ പറയും. DS ഇറ ഇറങ്ങുന്നത് തന്നെ, അല്ല, DS ഇറ തുടങ്ങുന്നത് തന്നെ സിമൻറ്റും ചല്ലിയും വെള്ളവും കൂടി മിക്സ് ചെയ്യുന്നിടത്ത് നിന്നാണ്. ഒരു കൂറ്റൻ കെട്ടിടത്തിൻ്റെ ഏതോ ഭാഗം ഇന്ന് കോൺക്രീറ്റ് കാണും. അവിടെ മേൽനോട്ടക്കാരനായി ഒരാൾ നിൽപ്പുണ്ട്. പിന്നെ നാം അറിയും അയാളുടെ പേര് മധുസൂദനൻ പോറ്റി എന്നാണെന്ന്. കൊടുമൺ പോറ്റിയുടെ വകയിൽ ആരോ ആകാം. സിനിമയിലെ ആദ്യ സീനിൽ പോറ്റിയെ കാണുമ്പോൾ ഒരു ഫോൺ കോൾ വന്ന് അയാൾ അസ്വസ്ഥനാവുമ്പോൾ അവിടുന്ന് ആ കോൺക്രീറ്റ് നടക്കുന്നിടത്തുനിന്ന് അയാൾ പുറത്തേക്ക് പോവുകയും ഒരു വീട്ടിലെ കിണറ്റിൽ നിന്നും ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഫയർഫോഴ്സുകാർ വലിച്ചു കയറ്റുന്നിടത്ത് ഈ പറയുന്ന മധുസൂദനൻ പോറ്റി വരുന്നുണ്ട്. അവിടെ തീരും ഈ ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വേഷം എന്ന് നാം കരുതും. നിങ്ങൾ കരുതിയില്ലെങ്കിലും ഞാൻ കരുതി ഇതൊരു എക്സ്ട്രാ ആർട്ടിസ്റ്റിൻ്റെ, അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരാളിന് കൊടുത്തത് എന്ന് വിചാരിച്ചു. പിന്നല്ലേ നമ്മൾ അറിയുന്നത് DS ഇറയിൽ പ്രണവിൻ്റെ റോഹനൊപ്പം ഇഴചേർന്ന് പോകുന്ന ശക്തനായ മധുസൂദനൻ പോറ്റിയും എന്ന്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇയാൾ ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണെന്ന്. എന്ത് രസമായിട്ടാണ് മധുസൂദനൻ പോറ്റിയെ ചെയ്തിരിക്കുന്നത്. രസകരമായി കഥാപാത്രത്തെ അറിഞ്ഞ് ഈ വേഷം ചെയ്ത അഭിനേതാവിൻ്റെ പേര് ജിബിൻ ഗോപിനാഥ് എന്നാണ്.
ജിബിൻ ചില്ലറക്കാരനല്ല, ജീവിതത്തിൽ സിവിൽ പോലീസ് ഓഫീസറാണ്. നാടകം, ടെലിഫിലിം, നിരവധി ചെറുവേഷങ്ങൾ സിനിമയിലൊക്കെ ചെയ്തിട്ടാണ് മധുസൂദനൻ പോറ്റിയാകാൻ പോലീസ് ഏമാൻ്റെ വരവ്. ഒരു കഥാപാത്രം ചെയ്ത് വിജയിപ്പിക്കാൻ, പ്രേക്ഷക മനസ്സിൽ ഇടം നേടാൻ പരചന്ദ്രൻ IPS CBI മാധവനോ ജോസഫ് അലക്സ് IAS ഒക്കെ പറയുന്ന പോലത്തെ നെടുങ്കൻ വാചകമടിയൊന്നും വേണ്ട. കണ്ണുകൾ കൊണ്ട്, നിസ്സംഗത കൊണ്ടും എന്താ പറയുക, മധുസൂദനൻ പോറ്റി സ്ക്രീനിൽ മനോഹരമാക്കാനായി ജിബിൻ ഗോപിനാഥിന് കഴിഞ്ഞു. പോറ്റി ഓവർസിയർ മാത്രമല്ല, തന്ത്രമന്ത്രാദികളെല്ലാം പഠിച്ച ഒരു ഒന്നൊന്നര മനുഷ്യനാണ്. സലിംകുമാർ പറഞ്ഞ കണക്ക് ആ ലുക്ക് ഇല്ലെന്നേ ഉള്ളൂ. മധുസൂദനൻ പോറ്റിയെ മനോഹരമാക്കിയ ജിബിൻ ഗോപിനാഥ് മലയാള സിനിമയ്ക്കൊരു മുതൽകൂട്ട് തന്നെയായിരിക്കും. പ്രമേഹത്തിൽ വടയേശി വന്ന് ഒരുത്തനെ തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് തള്ളിയിട്ട് കൊന്ന് കടന്നു കളഞ്ഞ പോലെ DSRയിൽ ആദിമധ്യാന്തം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനാകാത്ത വിധം കഥയിൽ അലിഞ്ഞു ചേർന്ന ഒരു വർത്തമാനവും പറയാതെ പേടിപ്പിച്ചു പോയി കനി എന്ന ഹതഭാഗ്യയായ സുന്ദരി. കനി എന്നുള്ള ക്യാരക്ടർ ഒരക്ഷരവും പറയുന്നില്ല ആരോടും. സിനിമ കണ്ടവർക്ക് പാവം അവളെ അവൾ ഒരു പ്രേക്ഷകനെയും പേടിപ്പിക്കുന്നില്ല. എന്നാൽ അവളാണ് ചിത്ര അന്ത്യം വരെ നമ്മളെ പേടിപ്പിക്കുന്നത്. അവളുടെ ഒരു സ്ലൈഡ് എടുത്ത റോഹനെ ചുറ്റിച്ചത് തന്നെ ധാരാളമാണ്. അമ്മയ്ക്ക് ഭക്ഷണം നൽകിയ ശേഷം സ്വസ്ഥമായിരുന്ന് അത്താഴം കഴിക്കാൻ തുടങ്ങിയ മധുസൂദനൻ പോറ്റിയെ എത്രയാണവൾ പേടിപ്പിച്ചത് എന്ന് ഞാനിരുന്ന് ചിന്തിക്കാറുണ്ട്. കണ്ട മുഖങ്ങൾ പ്രധാന വേഷത്തിൽ മാത്രം മതി എന്നത് രാഹുൽ സദാശിവൻ്റെ ബുദ്ധിപരമായ തീരുമാനമാണ്. നമ്മൾ സ്ക്രീനിൽ സ്ഥിരമായി കണ്ട മുഖങ്ങൾ അത് വേണ്ട. ആ ഒരു പുതിയ സിനിമ ചെയ്യുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ സൂട്ടബിളായവർ മാത്രം മതി എന്നുള്ള ചിന്ത രാഹുൽ സദാശിവനുണ്ടെന്ന് തോന്നുന്നു. അത് പടത്തെ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. സ്ക്രീനിൽ നമുക്ക് മുൻധാരണകൾ ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഈ നീക്കം നല്ലതാണ്. കന്നഡക്കാരി സുഷ്മിത ഭട്ടാണ് കനി എന്നുള്ള വേഷത്തിൽ വന്നത്. നമ്മളെ നന്നായി നോവിപ്പിച്ചത്, നമ്മളെ നന്നായി പേടിപ്പിച്ചത് എന്ന് പറയാം. ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സിൽ നന്ദിതയായി വന്നതാണ് സുഷ്മിത ഭട്ട്. IT കമ്പനി ജോലിക്കാരിയുമാണ് സുഷ്മിത. ജനിച്ചത് കന്നഡയിൽ, ജീവിക്കുന്നത് തമിഴ്നാട്ടിൽ. അച്ഛൻ ഉടുപ്പിക്കാരൻ, അമ്മ ചെന്നൈക്കാരി. കാഴ്ചയിൽ കണ്ടാൽ ഒരു തമിഴത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മലയാളി പെൺകുട്ടിയായി കാണുമ്പോൾ തോന്നുന്നു ഇവരൊരു മലയാളിയാണ് എന്ന്. പലരും അങ്ങനെ പറയുന്നുണ്ട് എന്ന് സുഷ്മിത തന്നെ പറയുന്നു. മലയാളം കേട്ടാൽ മനസ്സിലാവും, മലയാളം പഠിക്കുന്നു. നമ്മളെ കാണാതെ പേടിപ്പിച്ച കനി എന്ന സുഷ്മിതയുടെ എന്താ പറയുക പ്രകടനം ഈ ചിത്രത്തിന് വലിയ മുതൽക്കൂട്ടാണെന്ന് ഞാൻ പറയും. അവരൊരു നല്ല അഭിനേതാവായി മലയാള സിനിമയിൽ സജീവമാകട്ടെ. DSRയിൽ നമ്മളെ ഏറ്റവും അധികം വേദനിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്. കനിയുടെ സഹോദരൻ കിരൺ. സഹോദരി നനച്ചിരിക്കാതെ കൊല്ലപ്പെട്ടപ്പോൾ അവളുടെ വീട്ടിൽ വന്ന റോഹൻ ആദ്യം തിരക്കിയത് കിരൺ എവിടെ എന്നാണ്. ടെറസിൽ മനസ്സിലെ സംഘർഷങ്ങൾ മുഴുവൻ ഒരു ഫുട്ബോൾ തട്ടി തീർക്കുന്ന കിരണിൻ്റെ അടുത്തേക്ക് റോഹൻ ചെല്ലുമ്പോൾ കൂളായി സംഭവം വിവരിക്കുന്ന കിരൺ, സാരമില്ല, അവൾ നനച്ചിരിക്കാത്ത സമയത്ത് പോയി, ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന ഭാവം മാത്രമേ അപ്പോൾ കിരണിൻ്റെ മുഖത്തുള്ളൂ. രോഹൻ്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് ഉണ്ടോ എന്ന് തിരക്കി വാങ്ങി വലിക്കുകയൊക്കെ ചെയ്യുന്ന കിരണിൻ്റെ മാനസിക സംഘർഷം വിചിത്ര രൂപത്തിലുള്ള ന്യൂജൻ പയ്യൻ സ്ക്രീനിൽ കാണിക്കുന്നത് കണ്ടിരിക്കുമ്പോൾ ഇവൻ എന്തൊക്കെയോ അറിയാവുന്നത് ഒളിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പക്ഷേ കിരൺ ഒരു പാവമായിരുന്നു. രോഹൻ്റെ കയ്യിൽ നിന്നും മദ്യം വാങ്ങി കഴിക്കുമ്പോൾ രോഹൻ കരുതുന്നത് സാമ്പത്തികമടക്കം പ്രശ്നങ്ങളുടെ നടുവിൽ ഉഴലുന്നവനാണ് കിരൺ എന്നാവും. പേഴ്സിൽ നിന്നും ഒരുപിടി നോട്ടെടുത്ത് നീട്ടുമ്പോൾ പൊട്ടിത്തെറിച്ച് പ്രശ്നമുണ്ടാക്കിയ അവൻ്റെ പതനം കണ്ടിരിക്കാനാവുന്നതായിരുന്നില്ല. ആരാണിവൻ എന്ന് അന്വേഷിക്കുമ്പോഴാണ് കിരണായി സ്വന്തമായൊരു ശൈലിയിലൂടെ മിന്നും പ്രകടനം നടത്തിയ
അരുൺ അജികുമാറിനെ അന്വേഷിച്ചത്. വിനീത് ശ്രീനിവാസൻ്റെ തട്ടത്തിൽ മറയത്ത് എന്ന കന്നി ചിത്രത്തിൽ അതിൻ്റെ ഓഡീഷനിൽ പങ്കെടുക്കുകയും അതിൽ നിന്ന് വിജയകരമായി പുറത്താവുകയും ചെയ്ത കക്ഷിയാണ് അരുൺ. അത് നമ്മൾ ഒരാളെയും തള്ളിക്കളയരുത് എന്നുള്ളതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ചെറുപ്പക്കാരൻ. 14 വർഷം കഴിയുമ്പോൾ താരങ്ങളില്ലാതെ 300 കോടി വാരിക്കൂട്ടിയ ലോകയുടെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ആളാണ് അരുൺ. കിരണല്ല, അരുൺ. ഞാൻ നേരത്തെ കിരൺ എന്നാണ് പറഞ്ഞത്. പൂക്കാലം, അന്വേഷിപ്പും കണ്ടെത്തും, പടക്കളം തുടങ്ങിയ സിനിമകളിൽ അരുൺ അജിത് കുമാർ ഉണ്ടായിരുന്നത്ര അഭിനേതാവായി. പക്ഷേ എന്തോ എനിക്ക് നോട്ടബിളായി തോന്നിയില്ല. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലോകധർമ്മി എന്ന നാടക സംഘത്തിൽ അച്ഛൻ കൊണ്ടാക്കിയതാണ് അരുണിനെ. മമ്മൂട്ടിയുടെ കുഞ്ഞുകാലമായി ജൂഡ് ആൻ്റണിയുടെ ഷോർട്ട് ഫിലിമിൽ 6ാം ക്ലാസ്സുകാരനായിരുന്നപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു. ഫിലോമിനി ചേച്ചിയുടെ മുഖം വെച്ച് ഈസ്തെറ്റിക് കുഞ്ഞമ്മ എന്ന സോഷ്യൽ മീഡിയ പേജ് ലോക്ക്ഡൗൺ കാലത്ത് തുടങ്ങിയതിൽ ശ്രദ്ധേയനായി. ഇത് പോസ്റ്റർ ഡിസൈനിങ്ങിൽ കൊണ്ടെത്തിച്ചു. ദുൽഖർ നായകനായ കുറുപ്പ്, അന്വേഷിപ്പും കണ്ടെത്തും, മധുരം, ഭൂതകാലം, ആവേശം, പ്രമേയുഗം, ബോയ്ഗൺ ബില്ല തുടങ്ങി DS റേ വരെ പോസ്റ്റർ ചെയ്തത് ഇദ്ദേഹമാണ്. ഭൂതകാലവും പ്രമേയുഗവും പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നതിനിടയിൽ രാഹുൽ സദാശിവനോട് തൻ്റെ അഭിനയത്തോടുള്ള പാഷൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അരുൺ. സമയമാകുമ്പോൾ തരും, നമുക്ക് നോക്കാമെന്നായിരുന്നു രാഹുലിൻ്റെ മറുപടി. നിനക്കൊരു പറ്റിയൊരു കഥാപാത്രം DS റേയിൽ എഴുതി വന്നപ്പോൾ ഉണ്ടായെന്നും ഓഡീഷനിൽ നീ ഓക്കെ ആയാൽ ആ വേഷം നിനക്ക് തരാമെന്നും രാഹുൽ അരുണിന് ഉറപ്പ് കൊടുത്തു. വ്യക്തതയുള്ള കാഴ്ചപ്പാടുകളും ഏത് ടെക്നിക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്താൽ ഒരു സീൻ ഭംഗിയാക്കാം എന്നുള്ള കൃത്യമായ അറിവുമുള്ള സംവിധായകൻ ചെയ്യിച്ചതാണെന്നും അരുണിൻ്റെ കിരൺ നമ്മുടെ മനസ്സിൽ അതുകൊണ്ടാണ് നൊമ്പരമായി മാറിയത് എന്നാണ് അരുൺ പറയുന്നത്. കിരൺ വീഴുന്ന വീഴ്ച വന്നപ്പോൾ സിന്ധു കണ്ണുകൾ മുറുക്കി അടച്ചു, കണ്ടില്ല. ആശുപത്രി കിടക്കയിലെ കിരണിൻ്റെ കിടപ്പും സിന്ധുവിന് കാണാൻ വയ്യാന്നാണ് എന്നോട് പറഞ്ഞത്. സിനിമയാണ് ഇത് എന്ന ബോധമൊക്കെ അപ്പോൾ സിന്ധുവിൻ്റെ തലയിലില്ലായിരുന്നു. എനിക്കവനെ ഒരുപാട് ഇഷ്ടമായി എന്നാണ് പടം കണ്ട് മടങ്ങുമ്പോൾ എന്നോട് സിന്ധു പറഞ്ഞത്. ഒപ്പം എന്നോടൊരു ചോദ്യവും, അണ്ണാ കിരണേ പഴയ സ്ഥിതിയിലാവുമണ്ണ. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പാതിരാത്രിയായിട്ട് മിണ്ടാതെ പാട്ട് സൗണ്ട് കൂട്ടി വച്ചിട്ട് ഞാൻ ഓടിച്ചങ്ങ് പോയി. സിന്ധു വളരെ സീരിയസ് ആയിട്ട് എൻ്റെ ചോദിക്കുകയാണ്, അണ്ണാ ഈ കിരണേ പഴയ സ്ഥിതിയിലാവുമോ അണ്ണാ? അത്രയ്ക്കും സിന്ധുവിൻ്റെ മനസ്സിലേക്ക് കിരൺ കയറിപ്പോയി. ഞാൻ എന്തുത്തരം പറയാൻ? കുറുക്കൻ ഓരിയിടുക, കടവാവുലുകൾ ചിറകിട്ടടിക്കുക, ചീവിടിൻ്റെയും തവളയുടെയും എന്താ പറയുക കരച്ചിൽ ഉച്ചത്തിൽ കേൾപ്പിക്കുക, പിന്നെ കഠോരമായി വാദ്യോപകരണങ്ങൾ വായിച്ച് ചെവിക്കല്ല് പൊളിക്കുക. ഇതൊക്കെയാണ് പശ്ചാത്തല സംഗീതമായി പ്രേതപടങ്ങളിലെ സ്ഥിരം കേൾവികൾ. വിദേശ ഹൊറർ സിനിമകളിൽ ഇതൊന്നുമില്ലെങ്കിലും നമുക്കിത് വേണം റീറെക്കോർഡിങ് ചെയ്യുമ്പോൾ. അതാണ് യഥാർത്ഥ സംഗീതം എന്നാണ് പലരും വിചാരിച്ചു വച്ചിരിക്കുന്നത്. അതിപ്പോൾ ഏത് ഹൊറർ സിനിമകളെ എടുത്ത് നോക്കിയാലും നമുക്ക് ഈ പറയുന്ന ശബ്ദകോലാഹലങ്ങൾ കേൾക്കാൻ കഴിയും. നിശബ്ദതയ്ക്ക് ഭംഗിയായി പേടിപ്പിക്കാനാവുമെന്നും ദൃശ്യത്തിന് ചാരുത നൽകാനാകും എന്നും നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് DS റേയുടെ പശ്ചാത്തല സംഗീതം. ഒരുപാടിടങ്ങളിൽ നിശബ്ദതയുടെ സംഗീതമാണ് ഈ ചിത്രം നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത്. ചിലങ്കയുടെ ശബ്ദം കൊണ്ട് മാത്രം നമ്മളെ വരട്ടാമെന്ന് കാണിച്ചു തന്ന സിനിമയാണ് DS റേ. റോഹൻ തൻ്റെ കട്ടിലെ പുതപ്പ് വലിച്ചെടുത്ത് വിശാലമായി വിടർത്തുമ്പോൾ നേർത്ത ചിലങ്കയുടെ ശബ്ദം കേട്ടു. അപ്പോൾ എൻ്റെ കൈകളിൽ സിന്ധു അമർത്തി പിടിക്കുകയായിരുന്നു പേടിച്ചിട്ട്. ആ ചിലങ്കയുടെ ശബ്ദം മാത്രം കേട്ടുള്ളൂ, അവിടെ വേറെ ഒന്നുമില്ല. ഇങ്ങനെ കോമ്പല്ലൊക്കെ വെച്ചിട്ട് എന്ന് ചിരിക്കുന്ന ഒന്നുമില്ല. പക്ഷേ ആ ചിലങ്കയുടെ ശബ്ദം കേട്ടപ്പോൾ സിന്ധു പതുക്കെ എൻ്റെ കയ്യിൽ ഞെക്കി. ഞാനത് അറിയാത്ത ഭാവത്തിലിരുന്നു. എൻ്റെ മനസ്സിലും അപ്പോൾ തണുപ്പ് ഇരച്ചരച്ച് കയറുകയായിരുന്നു. അത്രയും ഫീൽ ചെയ്തിരുന്നു ഈ സിനിമയുടെ പശ്ചാത്തല സംഗീതത്തിൽ
നമുക്ക് ജോൺസൺ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു റീ റെക്കോർഡിങ്ങിലൊരു മാസ്റ്റർ. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ രാജാമണിയും മോശക്കാരനായിരുന്നില്ല. DS ഇറയിലെ പശ്ചാത്തല സംഗീതം പോലെ നിശബ്ദതയ്ക്ക് നിർണായക സ്ഥാനം കള്ളിയങ്കാട്ട് നീലിയിലോ ലിസയിലോ അതുപോലുള്ള സിനിമകൾ ചെയ്യുന്ന കാലത്ത് പറ്റില്ലായിരുന്നു. ഒന്നുകിൽ ഡയലോഗ് വേണം, ഇല്ലെങ്കിൽ മ്യൂസിക് വേണം സിനിമയിൽ. അങ്ങ് ബ്ലാങ്കാ ഇരിക്ക്, ഏതാവത് പോടുങ്കോ എന്ന് സൗണ്ട് എഞ്ചിനീയർമാർ പോലും പറയുന്ന കാലമായിരുന്നു അന്ന്. ആ പറഞ്ഞ സ്ഥലത്ത് ഒരു ഫ്ലൂട്ടിൻ്റെ ബിറ്റോ ഗിറ്റാറിൻ്റെ പരിപരിപ്പോ വായിച്ച് ഫീൽ ചെയ്താൽ ഇപ്പോൾ വന്ന് പ്രമാദമായിരിക്കും സാർ എന്ന സർട്ടിഫിക്കറ്റും എഞ്ചിനീയർമാർ നൽകുമായിരുന്നു. ഇത്തവണത്തെ മികച്ച പശ്ചാത്തല സംഗീതത്തിന് സംസ്ഥാന അവാർഡ് നേടിയ ക്രിസ്റ്റോ സേവ്യറാണ് DS ഇറയുടെ സംഗീത സംവിധായകൻ. പ്രമേഹം കണ്ട അനുഭവം മുന്നിലുള്ളതിനാൽ DS ഇറയുടെ പശ്ചാത്തല അനുഭവം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. കൊടുമൺ പോറ്റിയുടെ ഇല്ലത്ത് നടക്കുന്ന ഓരോ അനുഭവത്തിലും എവിടെ വെച്ചോ അരിച്ചരിച്ച് നമ്മുടെ ശ്രവണേന്ദ്രിയങ്ങളിലേക്ക് സംഗീതം പടരുമായിരുന്നു. പല സന്ദർഭങ്ങളെയും ഉയർത്താൻ ക്രിസ്റ്റോയുടെ സംഗീതം പ്രമേഹത്തിൽ ഗുണകരമായിരുന്നു. പ്രമേഹത്തിന് നല്ല നടൻ്റെയും സപ്പോർട്ടിംഗ് ആക്ടറുടെയും കലാസംവിധാനത്തിൻ്റെയും പശ്ചാത്തല സംഗീതത്തിൻ്റെയും പുരസ്കാരം ഉറപ്പെന്ന് നിശ്ചയിച്ച ആളായിരുന്നു ഞാൻ. പ്രമേഹം കടന്ന് DS ഇറയിലെത്തുമ്പോൾ നിശബ്ദതയുടെ സംഗീതത്തിന് ഒരുപാട് സാധ്യതകളും അനുഭവങ്ങളും ക്രിസ്റ്റോ നൽകിയിരിക്കുന്നു. 26 വയസ്സുകാരനാണ് ക്രിസ്റ്റോ സേവ്യർ. മമ്മൂട്ടി എന്ന 74കാരൻ അവാർഡ് വാങ്ങിയ ചിത്രത്തിലൂടെ തന്നെ 26കാരനും അവാർഡ് വാങ്ങുന്നു എന്നത് രസകരമായ കാര്യമാണ്. കാരണം പ്രമേഹത്തിൻ്റെ പശ്ചാത്തല സംഗീതത്തിന് ഇദ്ദേഹത്തിനാണല്ലോ അവാർഡ്, മമ്മൂട്ടിയാണ് നായകൻ്റെ അവാർഡ്. 22 വയസ്സുള്ളപ്പോഴാണ് ക്രിസ്റ്റോയുടെ സിനിമയിലെ തുടക്കം. മദനോത്സവം എന്ന ചിത്രത്തിനായാണ് ക്രിസ്റ്റോ ആദ്യം സംഗീത സംവിധായകനായത്. സുഷിൻ ശ്യാമിൻ്റെ ശിഷ്യനാണ് ക്രിസ്റ്റോ. 2017 പുറത്തു വന്ന ഇസ്ര എന്ന പൃഥ്വിരാജ് സിനിമയിലെ സുഷിൻ ശ്യാമിൻ്റെ സംഗീതം കേട്ട് ആരാധകനായി. തന്നെ കൂടി കൂട്ടാമോ എന്ന് തിരക്കി ചെന്നയാളാണ് ക്രിസ്റ്റോ. ട്രാൻസ് മുതൽ മിന്നൽ മുരളി, ഭീഷ്മപർവം, കുറുപ്പ് മുതലായ നോട്ടബിളായ സിനിമകളിൽ ക്രിസ്റ്റോ സുഷിൽ ശ്യാമിൻ്റെ ഒപ്പം കൂടി. ആദ്യമായി ക്രിസ്റ്റോ പശ്ചാത്തല സംഗീതത്തിന് സ്റ്റേറ്റ് അവാർഡ് വാങ്ങുമ്പോൾ ഗുരുവായ സുഷിൻ ശ്യാം മികച്ച സംഗീത സംവിധായകനായി അവാർഡ് വാങ്ങാനുണ്ടാവും. അങ്ങനെ ഗുരുവും ശിഷ്യനും ഒന്നിച്ച് അവാർഡുകൾ വാങ്ങും. DS ഇറ ഒരു കൂട്ടം അവാർഡ് ജേതാക്കളുടെ സംഗമം കൂടിയാണ്. മലയാള സിനിമയുടെ പിന്നണി പ്രവർത്തകരുടെ കാര്യത്തിൽ നവതരംഗം സുശക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സിനിമ കൂടിയാണ് ഈ ചിത്രം. പ്രണവിന് ഈ ചിത്രം നൽകുന്ന മൈലേജ് സൂക്ഷ്മതയോടെ പ്രണവ് ഉപയോഗിച്ചാൽ അഭിനയ മികവ് ആവശ്യപ്പെടുന്ന സിനിമകളും കഥാപാത്രങ്ങളും തേടി വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഉറപ്പാണ് തേടി വരും. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, നല്ല സിനിമകളെ ഡീഗ്രേഡ് ചെയ്യാനുള്ള പുതുവഴികൾ തേടുന്ന ഒരു ദുരവസ്ഥയുണ്ട് എന്നുള്ളത് സിനിമാക്കാർ സൂക്ഷിക്കണം. ഒരു തിയേറ്ററിലും ആളില്ല, തള്ളുകയാണ് ഈ സിനിമയെ പറ്റിയെന്നും സാറൊന്ന് ഇതേപ്പറ്റി പറയണമെന്നുമൊക്കെ എവിടെയോ ഇരുന്ന് വിളിച്ചു പറയുന്നവരുടെ മനസ്സിലെ അസുഖമാണ് ചിന്തിച്ചു പോകുന്നത്. തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ ഇപ്പോൾ 3 സ്ക്രീനാണ്. അതിൽ ഏറ്റവും വലിയ തിയേറ്ററിലാണ് രാത്രി 10 മണിക്ക് ഈ സിനിമ ഞങ്ങൾ കണ്ടത്. ഹൗസ്ഫുള്ളായിരുന്നു ഷോ. തിയേറ്ററിൽ സിനിമ തുടങ്ങിയത് മുതൽ ഭീകര നിശബ്ദതയായിരുന്നു. ഒരു അപശബ്ദം പോലും ആ സിനിമയുടെ ഒരു സീനിലും ഉണ്ടായില്ല. ഒരു നല്ല സിനിമയുടെ വിപണന വിജയം കൂടിയാണ് DS ഇറയുടെ ഈ വിജയമെന്ന് അത് സൂചിപ്പിക്കുന്നു. അവിടെയാണ് പ്രണവിൻ്റെ പടം പൊട്ടി എന്ന അവിഹിത വാർത്ത ജന്മമെടുക്കുന്നത്. രാഹുൽ സദാശിവന് DS ഇറയെക്കുറിച്ചും അഭിമാനിക്കാം എന്നുള്ളതാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പ്രമേയുഗത്തേക്കാൾ ഒരു പടി മുകളിൽ പോയ സിനിമയായി അടുത്തത്. ഇതിലും മനോഹരമായ സിനിമകൾ ഇനിയും രാഹുൽ സദാശിവൻ്റെ കയ്യിൽ നിന്നും ഉണ്ടാകട്ടെ എന്നും, പ്രണവ് തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ അത് ഏത് ടോണറിൽ വേണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് ബോധ്യം വരുന്ന ഈ ഡാൽഡ നായകൻ്റെ വേഷമൊക്കെ കളഞ്ഞിട്ട് ഇപ്പോൾ DS ഇറയിലൊക്കെ ചെയ്തതുപോലെ മനോഹരമായ വേഷങ്ങൾ ചെയ്ത് സ്വന്തം ഇരിപ്പിടം അച്ഛൻ്റെ കെയർ ഓഫ് ഇല്ലാതെ തന്നെ പ്രണവ് ഉണ്ടാക്കിയെടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട്
ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.